നമസ്കാരം. നമ്മുടെ കോൺഗ്രസ്സുകാർ കണ്ടെത്തി മാപ്രകളും കോൺഗ്രസും കൂടി വലിയ ഡിമാൻഡ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന നമ്മുടെ ഈ ചട്ടി ഉണ്ടല്ലോ, ഈ ചട്ടിക്ക് ഇപ്പോൾ സംഘപരിവാരങ്ങൾക്കിടയിലും സംഘികൾക്കിടയിലും ഭയങ്കര ഡിമാൻഡാണ്. ചട്ടിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിനെ പറ്റി ആലോചിച്ചത്. നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിയുടെ കാര്യം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. എന്തൊക്കെ ഗീർവാണായിരുന്നു. അവസാനം എന്താ, ഇന്നലെ തൃശ്ശൂർ മഹിളാ സംഗമത്തിന്റെ വേദിയിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് തള്ളി മറയ്ക്കുന്നത്? BJP-നെ ജയിപ്പിക്കണം, സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം, മറിയക്കുട്ടി ചേട്ടത്തിയുടെ ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി തള്ളാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലാട്ടോ എന്നാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മറിയക്കുട്ടി ചേട്ടത്തിയുടെ അവസാന വാക്ക്. എനിക്ക് തോന്നുന്നു മറിയക്കുട്ടി ചേട്ടത്തിനേക്കാളും നന്നായി PR വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കനകോല് പോലും മറിയക്കുട്ടി ചേട്ടത്തിയുടെ മുമ്പിൽ തോറ്റുപോകും. അമ്മാതിരി തള്ളിമറക്കലുകളൊക്കെയല്ലേ നടത്തുന്നത്. പിണറായി വിജയനല്ല, പ്രധാനമന്ത്രിയാണ് ഞാൻ കരിയരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എല്ലാം നമ്മുടെ മോദിയുടെ കടാക്ഷം എന്ന രീതിയിലൊക്കെ തള്ളി മറയ്ക്കുകയാണ്. വളരെ പെട്ടെന്നായിരുന്നു ഈ ചട്ടി മാധ്യമങ്ങൾ മുമ്പിൽ അങ്ങ് നിറഞ്ഞു നിന്നത്. ഇതിന്റെ ഡിമാൻഡ് പെട്ടെന്ന് കുത്തനെ ഇങ്ങനെ കയറിപ്പോകാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് മാപ്രകളുടെ തള്ളും, രണ്ട് കോൺഗ്രസ്സുകാരുടെ ആഞ്ഞുള്ള ഉന്തുമായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? BJP-യുടെ വേദിയിൽ, BJP-യുടെ ഒരു വേദിയിലല്ല കേട്ടോ, BJP വേദികളിലൊക്കെ നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിയെ കാണാം. എന്തുകൊണ്ടാണ് ചേട്ടത്തി ഇങ്ങനെയുള്ള പരിപാടി പങ്കെടുക്കുന്നത് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് മക്കളെ എന്നാണ് മറിയക്കുട്ടി ചേട്ടത്തി തള്ളി മറയ്ക്കുന്നത്. എന്ത് പറയാനാണെന്ന് ഒന്ന് ആലോചിക്കണേ. ഇന്നതുമായി ബന്ധപ്പെട്ട് മറിയക്കുട്ടി ചേട്ടത്തി നമ്മുടെ BJP-യുടെ വനിതാ സംഗമത്തിൽ ഇരിക്കുന്നത് കണ്ടല്ലോ. എന്താ സതീശ് ചേട്ടാ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സതീശൻ പറയാം, മറിയക്കുട്ടി ചേട്ടത്തി ഞങ്ങളുടെ പരിപാടിക്കും വരും, അവരുടെ പരിപാടിക്കും പോകുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. ഒരു 86 വയസ്സുകാരിയായ ഒരു വയോധികയാണ്, വന്ധ്യ വയോധികയാണ്. അവര് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJP-യുടെ പരിപാടിക്കും പോകും. സതീശന്റെ പ്രതികരണം സ്വാഭാവികമാണ്. അല്ലെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും, എന്നിട്ട് BJP-ക്ക് പതിയെ കൈമാറിയാണല്ലോ പതിവ്. അബ്ദുള്ളക്കുട്ടിയും അനിൽ K. ആന്റണിയും ഒക്കെ അങ്ങനെ പോയവരാണല്ലോ. ഇന്നലെ വരെ ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞു കിടന്ന സതീശനും സുധാകരനും മുരളീധരനും ഒക്കെ ഇപ്പോൾ അല്ല ഞങ്ങളുടെ ആളൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു ആള് പോലത്തെ ഒരു ആള് എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തൊക്കെ മേളായിരുന്നു. KPCC ഇപ്പൊ വീട് പണിത് കൊടുക്കും, ചേട്ടത്തി പറയണൊക്കെ ശരിയാണെന്ന് പറഞ്ഞു നടന്ന ടീംസാണ്. അവസാനം ഇപ്പത്തെ BJP വേദിയിൽ പോയിരുന്ന് നല്ല ഒന്നൊന്നര തള്ളുകളാണ്. UDF സൈബർ വെട്ടുക്കളിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ചിരിക്കാതെ വയ്യ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ തീ തുപ്പുന്ന ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. ഇപ്പൊ അത് പതിയെ ഇങ്ങനെ താലം കൈമാറുന്ന പോലെ ചട്ടിത പിടിച്ചുകൊണ്ട് സംഘികൾ അമ്മച്ചി ഞങ്ങളുടെ ആടാ, അമ്മച്ചി പൊന്നാടാ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഓരോരോ ഗതികൾ. നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തി അടക്കം പറഞ്ഞല്ലോ, മോദി അരിയൊക്കെ തരുന്നു, പിണറായി അത് എനിക്ക് തരുന്നില്ല എന്നാണ്. പിണറായി വലിയ കാലമൊന്നുമില്ല, ഞങ്ങൾ കാലാവധി വെച്ചിട്ടുണ്ട്, അതിന് ഞങ്ങൾ കരിഞ്ഞാണിട്ട് ഞങ്ങൾ കടഞ്ഞു കൊണ്ട് മുക്കാൻ പോവുക. തീർച്ചയാ അത് അല്ല, ഇതെന്നാ ഞാൻ എന്നോട് ചോദിച്ചു കോൺഗ്രസ് ആണോ, ഞാൻ RSS, മുസ്ലിം ലീഗ്, BJP നയിച്ചിട്ട് അതെൻ്റെ സൗകര്യത്തിൽപ്പെട്ട, അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട, ഞാൻ ആരും വിളിച്ചാലും പോയി. ഈ ചട്ടിയിൽ സംഘികളുടെയും RSS-ന്റെയും കൊങ്ങികളുടെയും കറി മാത്രമേ വേവൂന്ന് എന്തായാലും ചേട്ടത്തി പറഞ്ഞല്ലോ. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല എന്ന് പറഞ്ഞല്ലോ, അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. അതായത് മറിയക്കുട്ടി ചേട്ടത്തി നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ എല്ലാ പരിപാടിക്കും പോകും, പക്ഷേ CPM-ന്റെ പരിപാടിക്ക് പോവില്ല എന്നാണ്. എങ്ങനെ പോകാൻ പറ്റും? CPM-ന്റെ രാഷ്ട്രീയമല്ലല്ലോ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, BJP-യുടെ രാഷ്ട്രീയം, RSS-ന്റെ രാഷ്ട്രീയം. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടുള്ള രാഷ്ട്രീയമാണല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഈ ചട്ടിയിൽ ആ കറി മാത്രം ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് വേറൊരു ചട്ടി തന്നെ വേണ്ടി വരും. മാത്രമല്ല ഇമാതിരി ചേട്ടത്തിമാരെയൊക്കെ ഇറക്കി വിട്ട് ഇല്ലാ കഥകൾ, കള്ളക്കഥകൾ, നുണക്കഥകൾ പഠിപ്പിച്ചു വിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് തള്ളി മറച്ചാൽ, BJP വേദികളിൽ നിന്ന്, കോൺഗ്രസ് വേദികളിൽ നിന്ന് പിണറായി സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ പടച്ചു വിട്ടാൽ ഇവിടുത്തെ ഭരണം പിടിക്കാൻ പറ്റുമെന്നാണ് കൊങ്ങികളും സംഘികളും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിന് വെച്ച വെള്ളം ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. സുരേഷ് ഗോപിക്ക് വേണ്ടി ഇതിലും ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചാലും മോങ്ങിയാലും എന്ത് രീതിയിലുള്ള ചട്ടി നാടകം കളിച്ചാലും എൻ്റെ പൊന്നി ചേട്ടത്തി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നന്നായി അറിയാം. സുരേഷ് ഗോപി സാറ് ജയിച്ചാൽ ഒരു മുഖപക്ഷവും ഇല്ലാതെ ഈ നാട് നിങ്ങൾക്ക് നന്നായിരിക്കും. അതുകൊണ്ട് ഇന്നും ഇന്നലെയും പറഞ്ഞ കാര്യമല്ല, ഈ പണ്ട്
വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ചങ്കത്ത് അരിച്ച് അരിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അമ്മച്ചിക്കാരെ ഉണ്ടാകുന്ന പറഞ്ഞ സുന്ദരമായ വീടുമാണിത്, താക്കോലോട്ട് സാറായത്. ഇവിടെ തോന്നിവാസം പറഞ്ഞ പെണ്ണുങ്ങളുണ്ട്, എന്നാണോണ്ട പറയല. കാരണം ആ സാറിങ്ങനെയുള്ള അല്ല. കാരണം ഞാൻ വർഷങ്ങളായി ഈ സാറിനെ ടി വിയിലും കാണുന്നത് എല്ലാം കാണുന്നത്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറയാനുണ്ട്. ഇന്നലെ ശോഭാ സുരേന്ദ്രനൊക്കെ മറിയക്കുട്ടിച്ചേട്ടത്തിക്ക് ഞങ്ങൾ സംരക്ഷണം ഒരുക്കും, ഏത് സംഘി കാവലൊരുക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരു സഖാവും മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ വീടിന്റെ മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ മഹിളകൾ, ഞങ്ങൾ സ്ത്രീകൾ, ഞങ്ങൾ അമ്മമാർ ഈ കേരളത്തിൽ കുങ്കുമഹരിത പതാക ഉണ്ടെങ്കിൽ ഇരുത്തേണ്ടവരെയൊക്കെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പണിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സന്തോഷം. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? BJP ഒരു MP ആണ്. ഏത് ഗുസ്തി ഫെഡറേഷന്റെ നേരത്തെ അധ്യക്ഷനായിരുന്നു. ഈ ചങ്ങാതി കുറച്ച് ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ആക്രമിച്ചിരുന്നു. എന്നിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള പല താരങ്ങളും നീതിക്ക് വേണ്ടി തെരുവിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയിരുന്നു. അന്നൊന്നും ഞങ്ങൾ സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞ് രംഗത്തേക്കിറങ്ങി ഒരു ശോഭയെയും കണ്ടില്ല, ഒരു PT ഉഷയെയും കണ്ടില്ല. എന്നിട്ടിപ്പോ ഇലക്ഷൻ അടുത്തപ്പോ ഒരു ചട്ടിയും പൊക്കി പിടിച്ചിറങ്ങിയേക്കുകയാണ്, കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം. മാധ്യമങ്ങളും കോലിബിയും ഈ ചട്ടി എത്ര നാൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ ചട്ടിയുമായി ഇങ്ങനെ കുറേ യാത്ര ചെയ്യും. മാധ്യമങ്ങളിൽ ഈ ചട്ടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കുറേ തള്ളലുകളും തള്ളും. അത് കഴിഞ്ഞാൽ ഇലക്ഷന്റെ റിസൾട്ട് വന്നാൽ ചട്ടി നേരെ ഇങ്ങനെ താഴേക്കിടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അവസാനം മണ്ടിയാകാൻ പോകുന്നത് ചേട്ടത്തെയാണ്, അതിൽ ഒരു സംശയവുമില്ല. കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ ചട്ടി നല്ല രീതിയിൽ ഇപ്പോൾ സംഘികൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഇത് കൊങ്ങികൾ ഉപയോഗിച്ച ഒരു ചട്ടിയായിരുന്നു, പിന്നെ അത് സംഘികൾ മേടിച്ച് ഉപയോഗിക്കുന്നു. രണ്ടുപേരും ഒരു ചട്ടിയുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരു 86 വയസ്സുകാരിയായ ഒരു വയോധികയാണ്, വന്ധ്യ വയോധികയാണ്. അവര് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJPയുടെ പരിപാടിക്കും പോകും. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJPയുടെ പരിപാടിക്കും പോകും. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJPയുടെ പരിപാടിക്കും പോകും.